ബാല്യകാലസഖി എന്ന നോവല് വായിച്ചു തീർത്തു. 12 അധ്യായം ആണ് ഉള്ളത്. ബഷീർ അതിൽ വരച്ചു കാണിച്ചിരിക്കുന്നത് മജീദിൻ്റെയും സുഹറയുടെയും മനസ്സിലുണ്ടായ തീവ്ര പ്രണയത്തിൻ്റെ ഭാഷയാണ്. ബാല്യകാലത്തിൽ എപ്പോഴും നമ്മുടെ ഓർമ്മകളിലൂടെ വരുന്ന പല സംഭവങ്ങളും പല ഓർമ്മകളും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. ആ ബാല്യകാലം തൊട്ടേ തൻ്റെ അടുത്ത വീട്ടിലെ കൂട്ടുകാരിയായ സുഹറയെ തൻ്റെ ബാല്യകാല സഖി ആക്കുകയും അതിൽ നിന്നും ഉടലെടുക്കുന്ന നിഷ്കളങ്കമായ പ്രണയം വളർന്ന് ആത്മാർത്ഥമായൊരു പ്രണയമായി രൂപാന്തരപ്പെടുന്നതും നമ്മൾ ബാല്യകാല സഖിയിൽ കാണുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം നിർവീര്യമാക്കിക്കൊണ്ട് ഇവരുടെ പ്രണയത്തിൻ്റെ തീവ്രത എത്രത്തോളമാണ് അത്രത്തോളം അവർക്ക് ജീവിതത്തിൽ ഒന്നിക്കാൻ പറ്റുന്നില്ല. ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യം കൊണ്ടും കുടുംബ പശ്ചാത്തലത്തിൻ്റെ പലവിധ പെരുമാറ്റ രീതികളോട് പൊരുത്തപ്പെടാനുള്ള സാവകാശമില്ലായ്മ കൊണ്ടും അത് വേറൊരു തരത്തിലേക്ക് ഒന്ന് ചേരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് കടന്നു പോവുകയാണ്. അവസാനം നോവൽ അവസാനിപ്പിക്കുമ്പോൾ സുഹറ എന്ന കഥാപാത്രം പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു റോസ് പൂവിനെ പോലെ നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുന്നു. കാരണം എന്തായിരിക്കും മജീദിനോട് സുഹറയ്ക്ക് പറയാനുള്ളത് എന്ന് നമ്മളും അറിയാതെ ചിന്തിച്ചു പോകുന്ന ഒരു ഭാഗത്താണ് അധികം ആ നോവൽ നിർത്തിയിരിക്കുന്നത്. എന്തായാലും പ്രണയാതുരമായ ഒരു വൈകാരികമായ നിമിഷങ്ങളിലൂടെ തന്നെ ബാല്യകാലസഖി കടന്നു പോകുന്നുണ്ട്. ഇതാണ് എനിക്ക് ബാല്യകാലസഖിയിൽ നിന്നുമുണ്ടായ വായനാനുഭവം. നന്ദി.